ജില്ലയിൽ പലയിടത്തും കുടിവെള്ളക്ഷാമം രൂക്ഷം. ഇടുക്കി കാഞ്ചാർ പഞ്ചായത്തിലെ കോഴിമല, പാമ്പാടിക്കുഴി, മുരിക്കാട്ടുകുടി, കോടാലിപ്പാറ എന്നിവിടങ്ങളിലാണ് കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുന്നത്. കടുത്ത വേനലും ചൂടും കാരണം ട്രൈബൽ മേഖലയായ മുരിക്കാട്ടുകുടിയിലെ കിണറുകളും കുളങ്ങളും വറ്റിവരണ്ടു. നിരവധി കുടുംബങ്ങൾ വസിക്കുന്ന ഈ പ്രദേശത്ത് ജലലഭ്യത ഇല്ലാതായിരിക്കുന്നു. കുളങ്ങളിലെയും കിണറുകളിലെയും ജലം വറ്റിയ സാഹചര്യത്തിൽ വനാതിർത്തിയിൽ കുഴി നിർമ്മിച്ച് അതിൽ നിന്ന് വെള്ളമാകുന്നതിനനുസരിച്ച് പകലും രാത്രികാലങ്ങളിലും വെള്ളമെടുക്കുകയായിരുന്നു. എന്നാൽ വന്യമൃഗങ്ങളുടെ ശല്യം നിലനിൽക്കെ അടിയന്തരമായി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും കുടിവെള്ളം എത്തിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എൻ്റെ പേര് രാജു കൊച്ചതാവ്. ഞാൻ 16-ാം വാർഡിൽ താമസിക്കുന്നു. ഈ 16-ാം വാർഡിൻ്റെയും 2-ാം വാർഡിൻ അടുത്തടുത്ത് കിടക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ കുളം നിലവിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ വെള്ളം കംപ്ലീറ്റും പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ഭൂമിയിൽ നിന്നാണ് ഇപ്പം നിലവിൽ ഞങ്ങൾ വെള്ളം ഓസിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ അവിടെ ഉള്ള കിണറുകളെല്ലാം പറ്റുകയും കുടിവെള്ളം പോലും ഇല്ലാത്ത രീതിക്കുള്ള അവസ്ഥയിലൂടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരുടെ കോസിലും കുറേശ്ശൊക്കെ വെള്ളം കിട്ടുന്നെങ്കിൽ പോലും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിപ്പോൾ എടുത്ത് കുടിക്കാൻ മാത്രം കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലോട്ടാണ് വന്നിരിക്കുന്നത്. നിലവിൽ ഞങ്ങൾ 100 ചില്ലുവാനം ആദിവാസികൾ വസിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ 2-ാം വാർഡും 16-ാം വാർഡും. ഈ കാഞ്ചാർ പഞ്ചായത്തിൻ്റെ 2ഉം 16ഉം. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഒരു നടപടിയെടുത്ത് ഈ ആദിവാസി മേഖലയിൽ 2 വാർഡിലോട്ടുള്ള കുടിവെള്ള പദ്ധതി എത്തിച്ചു തരുവാനുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് വിഷ്ണു വൈജു എന്നാണ്. ഞാൻ മുരിക്കാട്ടുകുടി 16-ാം വാർഡ് സെറ്റിൽമെൻറ്റ് കോളനിയിലെ താമസക്കാരനാണ്. ഇവിടെ ചൂടും വരൾച്ചയും മൂലം വളരെയധികം വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുകയാണ്. തൊട്ടുമേളിൽ 250 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് ഗാർഡിനുള്ളിലായിട്ട് ചെറിയ കൈവലികൾ കുത്തിയാണ് അതിൽ നിന്നാണ് വെള്ളം എടുത്ത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിലവിൽ വറ്റി വരേണ്ട അവസ്ഥയിലാണ് ഇവിടെ അടുത്തുള്ള കിണറുകളും കുളങ്ങളുമായിട്ട് ഒലികളുമായിട്ടെല്ലാം ശരിയായ വണ്ണത്തിലുള്ള ഒരു ക്ഷാമമാണ് ഈ പ്രദേശത്ത് അനുഭവിച്ചു വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നിന്നും ഒരു വാട്ടർ ടാങ്കും 5000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് അനുവദിക്കുകയും, പക്ഷേ അത് ഇതുവരെയായിട്ടും ടാങ്ക് വെക്കാനുള്ള സ്ഥലം കണ്ടെത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു തീരുമാനം മുൻപോട്ട് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. തൊട്ടക്കരെ ഒരു ഇന്ദിരാഗാന്ധി പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും കിട്ടിയൊരു കുളമുണ്ട്. ആ കുളം വരെ വറ്റിപ്പോയ അവസ്ഥയിലാണ് ഈ ചൂടും കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിച്ചിരിക്കുന്നത്. അപ്പം നിലവിൽ അതിൽ നിന്നും വെള്ളം ഈ ടാങ്കിലേക്ക് കടത്തി കൊടുത്തുകൊണ്ട് വെള്ളം സപ്ലൈ ചെയ്യാമെന്നായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പുതിയ പദ്ധതി പ്രകാരം അവതരിപ്പിച്ച കണക്കുകൾ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് അംഗ മെമ്പറുകൾ വന്ന് പറയുകയും ചെയ്തത്. പക്ഷേ അത് ഇതുവരെയായിട്ടും ഒരു മേൽനടപടികൾ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്തിരുന്നാന്ന് പറഞ്ഞാൽ. പാമ്പാടിക്കുഴിയിലും സമാന സാഹചര്യം നിലനിൽക്കുന്നു. ഇന്നേക്ക് 30 വർഷങ്ങൾക്ക് മുമ്പ് VSSന്റെ നേതൃത്വത്തിൽ കുളം നിർമ്മിച്ച് കൊടുക്കുകയും 65ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുകയും ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അതും വലിയ തോതിൽ വറ്റി. ഇത്രയും കുടുംബങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ മാത്രമാണ് വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. ഒരു വീടിന് ആവശ്യമായ വെള്ളം പോരാത്തതിനാൽ അവർ പുറത്തുനിന്നും പൈസ കൊടുത്ത് ചെറിയ ടാങ്കറുകളിൽ വെള്ളം മേടിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഏതാണ്ട് ഒരു 150 കുടുംബമാണ് ഇവിടെ ഉള്ളത്. അതിൽ ഇവിടെ 65 വീട്ടുകാർക്കാണ് വെള്ളം ലഭ്യമാകുന്നത്. അത് ആഴ്ചയിൽ ഒരു 500 ലിറ്റർ വെള്ളമാണ് ലഭിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ അത്യാവശ്യ കാര്യം ചെയ്യാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് പഞ്ചായത്തോ മറ്റ് സംവിധാനമോ ക്രമീകരിച്ചാൽ ഇവിടെ ആവശ്യത്തിന് വെള്ളം ലഭ്യമാകുന്ന സാഹചര്യങ്ങളുണ്ട്. ഞാൻ റോയി എവറസ്റ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുരിക്കാട്ടുകുടിയിലുള്ള ഒരു തോടിൻ്റെ പരിസരത്താണ്. ഈ തോട് ഒരു കാലത്തും വറ്റി വരളാത്തതാണ്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതേപോലെ ഈ ചൂട് കൂടിയ സമയത്ത് ഈ തോട് പോലും വറ്റി വരണ്ടു പോയിരിക്കുകയാണ്. ഈ വാർഡിൽ ഏതാണ്ട് 450 കുടുംബങ്ങളുണ്ട്. എന്നാൽ ഏതാണ്ട് 300ഓളം ഭവനങ്ങളിലെ കുടിവെള്ളം ഇപ്പോൾ വറ്റി വരണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് അതിന് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും ഇവർക്ക് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ എമൗണ്ട് പോരാ. ഇനിയും കൂടുതൽ എമൗണ്ട് അനുവദിച്ച് അവരുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്കറിയിക്കാനുള്ളത്. അതേപോലെ തന്നെ മുരിക്കാട്ടുകുടിയിലും കോടാലിപ്പാറയിലും ഒക്കെ നിരവധി കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ വളരെ വിഷമിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് ഒത്തൊരുമയോടെ ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് അറിയിക്കാൻ. പല കുടിവെള്ള പദ്ധതികൾ ഉണ്ടെങ്കിലും അതെല്ലാം ഉപയോഗശൂന്യമായി കിടക്കുന്നതും തീരാ നഷ്ടമായി കൊണ്ടിരിക്കുന്നു. വേനൽ തീരാൻ ഇനിയും മാസങ്ങളുണ്ടെങ്കിലും വേനൽ മഴ ലഭിക്കാത്തതും വലിയ ആശങ്കയിലാണ് നാട്ടുകാർ.